ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ജോൻ ഫാമിലി. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടിച്ചുപൊളി ദിവസത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കണ്ടോളണേ. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. യാത്രകൾ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, അതൊരു ഹോബി ആക്കുന്നവരുണ്ട്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ഡ്യൂട്ടിക്കിടയിലെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ റിലാക്സ് ആകാൻ വേണ്ടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ ഏറ്റവും അറ്റത്തെ നെയ്യാറ് ഒഴുകി അറബിക്കടലിനോട് ചേരുന്ന ഒരു സ്ഥലത്താണ്. സ്ഥലം പിടി കിട്ടിയോ? അതെ, പൂവാറിലാണ് കേട്ടോ. പ്രകൃതി രമണീയമായ സ്ഥലം. അറബിക്കടലും നെയ്യാറും ഇവിടെ ഒന്നിക്കുകയാണ്. ബോട്ടിങ്ങും ബീച്ചും ബാക്ക് വാട്ടറും ലേക്കും റിവറും എല്ലാം ഒരിടത്തെന്ന് പറയത്തില്ലേ, അതാണ് ഇവിടെ കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ 2 ബോട്ടിലായിട്ടാണ് ഇവിടെ ചിലവഴിച്ചത്. ഇവിടെ പ്രൈവറ്റ് ബോട്ട്സ് മാത്രമേ ഉള്ളൂ. ഓരോ മണിക്കൂറിനനുസരിച്ചാണ് ഇപ്പോൾ 1.5 മണിക്കൂർ, 2 മണിക്കൂർ, അങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. 2 ഐലൻഡിലൂടെയുള്ള യാത്രയാണ് ഇത്. മഴ കഴിഞ്ഞതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഇങ്ങനൊരു നിറം. അല്ലാണ്ട് ഫ്രഷ് വാട്ടറാണ്, നമ്മുടെ നെയ്യാർ ഡാമിൽ നിന്ന് വരുന്ന നെയ്യാർ ഒഴുകിയെത്തുന്ന ജലമാണിത്. ശരിക്കും ഒരു കണ്ടൽക്കാട്. നമ്മളിങ്ങനെ രസിച്ചു പോകും ഈ യാത്ര. ഈ കണ്ടൽക്കാട് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് പണ്ട് 4ാം ക്ലാസ്സിൽ പഠിച്ച ആ നമ്മുടെ നദിയിലെ മണലുകളൊന്നും പോകാതെ നദിയെ സംരക്ഷിക്കുന്ന ഇരുവശങ്ങളിലായിട്ടുള്ള ഒരു കൈത ചെടിയുടെ ആ ഒരു പിക്ചറാണ് മനസ്സിൽ. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ഒരുപാട് മരങ്ങളുള്ളത് ഞാൻ കണ്ടത്. കൈതച്ചെടിയായാലും ഒതളങ്ങ മരമായാലും ഒരുപാട് ഇവിടെ ഉണ്ട്. അതിനിടയിൽ കൂടെ ഒരു പച്ചപ്പിനിടയിൽ കൂടെയുള്ള യാത്ര ഭയങ്കര മനോഹരമാണ്. ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഓരോ മരങ്ങളും നമ്മുടെ ബോട്ട് അവിടെ എത്തുമ്പോൾ നമ്മുടെ തലയിലോട്ട് തട്ടുമോ എന്നുള്ളൊരു ആശങ്ക. പക്ഷെ അത് ആശങ്കയല്ല, ഒരാകാംക്ഷ. ഒരു നല്ലൊരു രസമുള്ള യാത്രയാണ്, ഒരു കൗതുകത്തോടു കൂടിയുള്ള ഒരു യാത്രയായിരുന്നു ഇത്. ആ വെള്ളത്തിൻ്റെ ഒരു തണുപ്പ്, അതുകൊണ്ട് അതൊരു ചില്ലിങ് യാത്രയെന്ന് പറയാം. എന്നാൽ നമ്മളിങ്ങനെ ആ കണ്ടൽക്കാട് കഴിഞ്ഞിട്ട് എന്തായിരിക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അങ്ങനെ ചില്ലിങ്ങും എക്സൈറ്റ്മെൻറ്റും കൂടെ ഇടകലർന്ന ഒരു യാത്രയായിരുന്നു ഇത്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ യാത്രക്കിടയിൽ നമ്മളെല്ലാം മറന്നു പോകും. ഇത് വേറൊരു സ്ഥലത്തെത്തിയതുപോലെ, നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒരു വേറൊരു ലോകത്തെത്തിയതുപോലെ. വാവ്, നമ്മളിപ്പോൾ എവിടെയാണ്? ആ ഒരു മുളയുടെ ആ ഒരു ആർച്ച് പോലെയൊക്കെ തോന്നുന്ന ഭാഗം ഭയങ്കര രസമാണ്. നമ്മുടെ മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കും. ഇതിനിടയിൽ ഫോട്ടോയും വീഡിയോസൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മറക്കാനാകാത്തൊരു ദിവസം തന്നെയായിരുന്നു ഇത്. ഈ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമുക്കൊരു വിശാലത തോന്നുന്നുണ്ട്. അതായത് ആ കണ്ടൽക്കാടിൽ നിന്ന് നമ്മൾ റിവറിലോട്ടെത്തി. അപ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ട്സൊക്കെ അടുത്ത ബോട്ടിലുണ്ടായിരുന്നവർ നമ്മുടെ അടുത്തെത്തി. ഇതുവരെ ഓരോ ബോട്ടിൻ്റെ പുറകിൽ നിന്നേ വരാൻ പറ്റുള്ളൂ. ശരിക്കും ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അടുത്തടുത്തായത്. 2 ബോട്ടുകൾ അടുത്തടുത്ത് പോകുമ്പോൾ ആ ഒരു സ്പിരിറ്റ് ഉണ്ടാവുമല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മൾ ആലപ്പുഴ ബോട്ടിലൊക്കെ പോകുമ്പോഴത്തേനും അതൊരു നല്ല വിശാലമായിട്ട് കിടക്കുന്ന ഒരു ബോട്ട്. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മളൊരു പ്രകൃതിയുടെ കൂടെ ഇണങ്ങി ചേർന്നുകൊണ്ട് കാടിനകത്ത് പോകുന്നുണ്ട്. പക്ഷേ എന്നാൽ വെള്ളമുണ്ട്, അങ്ങനെ ഒരു പ്രതീതിയായിരുന്നേ. വീണ്ടും മാങ്ങ പോലെ തോന്നിക്കുന്ന മരങ്ങളാണ് സൈഡിൽ നിൽക്കുന്നത്. ഇതിൻ്റെ ഒതളങ്ങ എന്ന് പറയുന്നത്, ഇത് കഴിച്ചാൽ മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടൽ വനങ്ങൾ ഭയങ്കര രസമായിരുന്നു. ഈ കണ്ടൽക്കാടിനിടയിൽ പക്ഷികളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കൊക്ക്, അങ്ങനെയുള്ള പക്ഷികൾ, അതിൻ്റെ പല നിറത്തിലുള്ളതൊക്കെ കണ്ടു. രാവിലെയും വൈകിട്ടുമാണ് കൂടുതൽ പക്ഷികൾ കാണാൻ ബെസ്റ്റ് ടൈം എന്നാണ് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ആ സമയത്താണ് ചൂടും കുറവ്, നമുക്ക് യാത്ര ചെയ്യാനും കാലാവസ്ഥയും അനുയോജ്യം. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ട് ഒരു തിരമാലയുടെയൊക്കെ അടുത്തെത്തി. ആ വെള്ളത്തിനൊരു ഓളം കൂടുതലുണ്ട്. അതെ, നമ്മൾ ഗോൾഡൻ സാൻഡ് ബീച്ചിലെത്തി. ഇതാണ് എലിഫൻറ്റ് റോക്ക്. ആനയുടെ ആകൃതിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ആ ഒരു വരയില്ല, അതുവരെയാണ് സാധാരണ വെള്ളം കാണുന്നത്. ഇപ്പോൾ ഇച്ചിരി വെള്ളം കുറവാണ്. നല്ലോണം, ഇത് പൊഴിക്കരയാണേ. അപ്പോൾ നല്ലോണം വെള്ളം കുറയുമ്പോൾ അതിനൊരു ഭംഗിയില്ല. കടലിൻ്റെ തിരമാലയൊക്കെ ആസ്വദിച്ച് നമുക്കൊരു 1/2 മണിക്കൂറോളം ഇവിടെ ചിലവഴിക്കാൻ അവർ സമയം തന്നു. ചെറിയൊരു വടം കെട്ടിയിട്ടുണ്ട്, നമ്മൾ ശക്തമായ തിരമാലയൊക്കെ ഉള്ളതുകൊണ്ട്.
കടലിൻ്റെ ഭംഗി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ബീച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭയങ്കര വൈബും ചില്ലിങ്ങും ആയിരിക്കും. ഈ കടലും കായലും ചേരുന്ന സ്ഥലത്ത് പൊഴിയുണ്ടാകും. അപ്പോൾ ഈ പൊഴിക്കര മുറിക്കുന്ന സമയമുണ്ട്. ഇപ്പോൾ പക്ഷേ മുറിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അതിൻ്റെ കാണിച്ചു തരാൻ പറ്റാത്തത്. ആ ഒരു ബണ്ട് പോലെ ഇരിക്കുന്ന ഭാഗം നേരത്തെ കണ്ടായിരുന്നല്ലോ. ബീച്ചിലെ ടൈം നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സെൽഫിയും ഡാൻസും പാട്ടും കടൽക്കാറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ ഒത്തിരി സമയം അവിടെ നിന്നു. നമ്മുടെ ജീവിതത്തിലെ മധുരമുള്ള ഓർമ്മകളായിട്ട് മാറാൻ വേണ്ടി ഞങ്ങൾ കുറേ റീൽസുകളും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ ബീച്ചിനേക്കാളും കൂടുതൽ ഇഷ്ടം തോന്നിയത് അവർ കടലിലൂടെയുള്ള യാത്രയാണ്. വീണ്ടും അങ്ങോട്ട് തന്നെ പോകാനൊരു ടെൻഡൻസി തോന്നി കേട്ടോ. കാരണം ആ ഇടത്തോടുകൾക്കൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്തൊരു ഭംഗിയാണ് ഈ വെള്ളത്തിനിടയിലെ ഈ അൽക്കേഷ്യ മരം അല്ലെങ്കിൽ നമ്മുടെ തെങ്ങൊക്കെ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് ചീത്തയാകാതെ നിൽക്കുവാണ്. അത്രയും ഭംഗിയാണ് അതിന്. നമുക്ക് അതിശയം തോന്നിപ്പോകും ഇത്രയും അഴുകാതെ മരങ്ങൾ നിൽക്കുന്നതൊക്കെ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ബീച്ചിൽ ഗോൾഡൻ സാൻഡ് ബീച്ചാണ്. അതായത് സ്വർണ്ണ നിറത്തിലുള്ള മണലുള്ളത് കൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു പാനിപ്പൂരിയൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും റിവറിലോട്ട് യാത്ര ചെയ്യുവാണ്. നമ്മൾ ആദ്യം കാണുന്നത് വീണ്ടും രണ്ടാമത്തെ ലേക്കിലോട്ടുള്ള യാത്രയാണ്. ഇവിടെ കാണുന്നത് നല്ല ഫ്ലോട്ടിംഗ് റിസോർട്ടുകളാണ്. വെള്ളത്തിൻ്റെ ഓളത്തിൽ അതിങ്ങനെ ആടുന്നത് പോലെ തോന്നും. വീണ്ടും നമ്മൾ കാണുന്നത് ഒരു മദർ ആൻഡ് ജീസസിൻ്റെ സ്റ്റാച്ചു ആണ്. അവിടെ ഒരു കുഞ്ഞ് ചാപ്പലുണ്ട്, അവിടെ വേണമെങ്കിൽ ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങിയില്ല, ഒരു ദൂരെ കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ കടലിൽ നിന്ന് മാറി നമ്മൾ റിവറിലോട്ടെത്തി. ഇത് ഒരു സൈഡ് മുഴുവൻ കോക്കനട്ട് ഐലൻഡാണ്. നമ്മുടെ തെങ്ങിൻ്റെ ആ ഒരു ഭംഗി. നമ്മൾ നേരത്തെ കണ്ടൽക്കാടിലൂടെയാണ് യാത്ര ചെയ്തതെങ്കിൽ കൂടുതൽ ഇവിടെ നമുക്ക് തെങ്ങിൻ തോപ്പുകളാണ് കാണാൻ പറ്റുന്നത്. ഈ യാത്ര തീരാറായെന്ന് അവർ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി. പക്ഷേ അടിപൊളി സീ ഫുഡൊക്കെ ചേർത്തൊരു സദ്യ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് പോയത്. പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു അക്വേറിയത്തിൽ പോയി. അപ്പോൾ വീഡിയോ ലെങ്തി ആയതുകൊണ്ട് ഞങ്ങൾ പാർട്ട് 2 ആയിട്ടിടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.